വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ യോഹന്നാനും ആൻ്റണിയും ഡേവിസും കൂടി ശിവനെ ഇല്ലാതാക്കുന്നത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതനുസരിച്ച് അവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആരെ ഏർപ്പാടാക്കുന്നുമുണ്ട് ശിവനെ അവിടെ വെച്ച് തന്നെ തീർക്കാനായിട്ട്. അതേസമയം അവിടെ അവൻ ഈ യോഹന്നാന് ശേഷം പറയുന്നുണ്ട്, അവൻ ചത്തുമലച്ച് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നത് എനിക്ക് കാണണം എന്നിങ്ങനെ, നാളെ എനിക്ക് കാണണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ശിവനാണെങ്കിൽ ഇങ്ങനെ ഫോണിലെന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരെ ഹെഡ്സെറ്റൊക്കെ വെച്ചാണ് ശിവനിങ്ങനെ ബെഡിലിരുന്ന് കാണുന്നത്. അതേസമയം അവിടെ അപ്പുറത്തെ റൂമിലാണെന്ന് തോന്നുന്നു പപ്പി അവിടെ അഡ്മിറ്റായിരിക്കുകയാണല്ലോ. അന്നേരം പപ്പി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അന്നേരം ഡോറ് തുറന്ന് പപ്പി വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അടുത്ത പിന്നെ റൂമിൻ്റെ ഡോറാണ് പപ്പി അങ്ങോട്ട് തുറക്കുന്നത്. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ റൂമിൽ ശിവൻ ഇങ്ങനെ കട്ടിലിരുന്ന് ഫോൺ നോക്കുന്നത് കാണുകയാണ്. അന്നേരം അങ്കിൾ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ശിവൻ ആദ്യം കേൾക്കുന്നില്ല. പക്ഷെ ഒന്നല്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഡോറിന് മുന്നിൽ നിൽക്കുന്ന കാണുന്നുണ്ട്. അന്നേരം അങ്കിൾ എന്ന് വീണ്ടും വിളിക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ഈ പപ്പിയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പപ്പി ഇങ്ങനെ ശിവനെ നോക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ശിവൻ്റെ കണ്ണുകളും പപ്പിയുടെ കണ്ണുകളും മാത്രമായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ചെറിയതായിട്ടൊരു വിഷ്ണുവിൻ്റെ കണ്ണെന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതത്രയാണ് കാണിക്കുന്നത്. അതിനുശേഷം ശിവനെ നോക്കാനായിട്ട് ഡോക്ടർ വരുന്നുണ്ട്. പക്ഷേ ഡോക്ടറല്ല അത് വരുന്നത്. ഡോക്ടർ വേഷത്തിൽ ഈ യോഹന്നാൻ പറഞ്ഞു വിട്ട ആ ഒരു ആളുകളാണ് വരുന്നത്. നഴ്സും ഡോക്ടറും ഒക്കെ ആയിട്ട് വരുന്നത്. എന്നിട്ട് എന്തോ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ശിവനങ്ങ് മയക്കത്തിലേക്ക് വീഴുകയാണ്. അതിനുശേഷം ഈ ഡോക്ടറായിട്ട് വന്ന പുള്ളിയാണെങ്കിൽ തലയണ വെച്ച് ശിവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശിവൻ അറിയുന്നില്ല. ശിവനിങ്ങനെ ബോധമില്ലാതെന്ന പോലെ കിടക്കുകയാണ്. അത്രയും സീനാണ് കാണിക്കുന്നത്. മിക്കവാറും ഈ ഒരു സമയത്ത് പപ്പി അവിടേക്ക് വരുമായിരിക്കും. പപ്പി കാണുകയോ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ രക്ഷിക്കുകയോ എന്തെങ്കിലും ആയിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അതെന്താണ് എന്നുള്ളത് കാണാം. അതിനായിരിക്കും മിക്കവാറും ശിവൻ്റെ ഒരു രക്ഷകരായിട്ട് ഈ പപ്പിയെ എത്താനും കൂടെ ആയിരിക്കും അന്ന് ഒരു ദിവസത്തേക്ക് പപ്പിയോട് ഒബ്സർവേഷൻ എന്ന പോലെ വരുത്തി തീർക്കുന്നതും ഒക്കെ ആ ഒരു ചെറിയ ഇതുപോലെ അതെന്താണെന്നുള്ളത് കാണാം. അതിനുശേഷമാണ് പിറ്റേന്നത്തെ മഹാ എപ്പിസോഡിലാണ് പപ്പിയെ പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ശാലിനി പറയുന്നതും ഒക്കെ തൻ്റെ മകളാണെന്നുള്ളതും സത്യഭാമ അറിയുന്നതും ഒക്കെ. പിന്നെ ഈ മധുരയിലേക്കുള്ള അന്വേഷണം എങ്ങനെ പോകും എന്നുള്ളതും കൂടിയാണ് അറിയേണ്ടത്. വിഷ്ണുവിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.